ഹായ് ഹലോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിബിൻ. കറന്റ് അഫയേഴ്സ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് RRB ഗ്രൂപ്പ് ഡിയിലൊക്കെ എപ്പോഴും ചോദിച്ചു കാണുന്നതാണ് കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് PSC ആയിട്ടുള്ള കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചോദിച്ചു കാണുന്നതാണ്. അപ്പോൾ നമുക്ക് കറന്റ് അഫയേഴ്സിലൂടെ നമുക്കൊന്ന് പോകാം. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പദവികൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലും ഒക്കെ പുതിയ പദവികളിലൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായി നോക്കാനുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷണർ ആരെന്നുള്ളതാണ്. ഒന്നാമത്തേതായിട്ട് നമുക്ക് നോക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഒന്നാണത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കമ്മീഷണർ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. എന്നാൽ ആദ്യത്തെ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. നിലവിലെ മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണർ എന്ന് പറഞ്ഞ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. ആദ്യം MM പരീത് പിള്ളയായിരുന്നു കേരളത്തിലെ മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, ഇനി വനിതാ കമ്മീഷനിലേക്ക് നമുക്കൊന്ന് പോകാം. വളരെ പ്രധാനപ്പെട്ടതാണ് വനിതാ കമ്മീഷൻ, അല്ലെ? വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ പ്രവർത്തന മികവിന് വേണ്ടിയും അവർക്ക് സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എതിരെയും പ്രവർത്തിക്കുന്ന അവരുടെക്ക് വേണ്ടിയുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു കമ്മീഷനാണ് വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും ഒക്കെ വളരെ കൃത്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് വനിതാ കമ്മീഷന്റെ കമ്മീഷണർ ആരാണെന്നാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുക. വനിതാ കമ്മീഷണർ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. ആദ്യത്തെ ആരാണ്? ജയന്തി പട്നായിക് ആണ്. ഓക്കെ, പട്നായിക് ആണ് ഇതിന്റെ ആദ്യത്തെ വനിതാ കമ്മീഷണർ എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് വരാം. ഇപ്പോഴത്തെ ആരാണ്? P സതീദേവിയാണ്. ആദ്യത്തെ ആരായിരുന്നു? നമ്മുടെ സുഗതകുമാരി ആയിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ആദ്യത്തെ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. കേരളത്തിലെ ആണെങ്കിൽ ഇപ്പോൾ അലക്സാണ്ടർ തോമസ് ആണ്. ആദ്യത്തെ MM പരീത് പിള്ളയാണ്. ആദ്യത്തെ വനിതാ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷണർ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. ആദ്യത്തെ ആരാണ്? ജയന്തി പട്നായിക് ആണ്. കേരളത്തിലെ ആണെങ്കിൽ P സതീദേവിയാണ്. ആദ്യം നമ്മുടെ സുഗതകുമാരിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് സുപ്രീം കോടതിയിലേക്ക് ഒന്ന് പോകാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഈ അടുത്ത ആൾ നിയമിതനായതാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായിട്ടുള്ളത് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മെയ് 14, 2025 വളരെ പ്രധാനപ്പെട്ട കാര്യം. ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ദളിതനായിട്ടുള്ള രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നുള്ള കാര്യം മറന്നു പോകല്ലേ. അപ്പോൾ 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാര്യം മറന്നു പോകല്. സഞ്ജീവ് ഖന്ന ആയിരുന്നു. ആരായിരുന്നു? സഞ്ജീവ് ഖന്ന ആയിരുന്നു ആദ്യത്തേത്. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യത്തെ നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഹരിലാൽ ജെ കെനിയ ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം. കറന്റ് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളും കൂടി കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയുടെ പേര് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. 51ാമത്തത് സഞ്ജീവ് ഖന്ന. ആദ്യത്തേത് ഹരിലാൽ ജെ കെനിയ എന്നുള്ള കാര്യവും കൃത്യമായി ഓർത്തിരിക്കുക. ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ ആണ് എന്നുള്ള കാര്യം, നിതിൻ മധുകർ ജാംദർ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആദ്യം KT കോശി ആയിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി റിസർവ് ബാങ്ക് ഗവർണർ നമുക്കറിയാം. RBI ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കുന്ന RBI, ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കുന്ന RBI അല്ലെ?
RBIയിലേക്ക് പോകാം. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക, മറന്നു പോകല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. എങ്കിൽ 25ാമത്തെ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. ശക്തികാന്ത് ദാസ് ആണ് 25ാമത്തെ, തൊട്ട് മുമ്പത്തെ ഇന്ത്യയുടെ RBI ഗവർണർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. CD ദേശ്മുഖ് ആണ് ഇന്ത്യക്കാരനായ ഗവർണർ. ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. കറന്റ് അഫയേഴ്സിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് 26ാമത്തേതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പദവികളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയും RRB ഗ്രൂപ്പ് ഡിക്കൊക്കെ തയ്യാറെടുത്തില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളെ RRB ഗ്രൂപ്പ് ഡിയിലേക്ക് എത്തിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു റാപ്പിഡ് ബാച്ചുമായിട്ട് നിങ്ങളെ സമീപിക്കുകയാണ്. ഇനിയും പഠനം തുടങ്ങിയില്ലേ? നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്കൊപ്പം റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസുകളും അതുപോലെ തന്നെ ഗുഡ് മെന്റർഷിപ്പുകളും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഭാവിയുടെ തുടക്കം കുറിക്കൂ നമ്മുടെ RRB റാപ്പിഡ് ബാച്ചിലൂടെ. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇനിയും തുടങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമായിരിക്കും. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനൊപ്പം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ഹീരാലാൽ സമരിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ്. 12ാമത്തെ ആണെന്ന് അറിഞ്ഞിരിക്കുക. ആദ്യത്തെ ആരാണ്? വജാഹത് ഹബീബുള്ളയാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വജാഹത് ഹബീബുള്ളയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് വജാഹത് ഹബീബുള്ള. എന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ എന്നുള്ള ആളാണ്. ആദ്യ വനിത ദീപക് സന്ധു ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കേരളത്തിന്റെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. അതുപോലെ തന്നെ ആദ്യത്തേത് പാലാട്ട് മോഹൻദാസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ വിവരാവകാശ കമ്മീഷണറിലേക്ക് നമുക്ക് പോകാം. ഹീരാലാൽ സമരിയാണ് ആദ്യത്തെ. വജാഹത് ഹബീബുള്ളയാണ് ആദ്യ വനിത. ദീപക് സന്ധു ആണ്. കേരളത്തിലെ ഇപ്പത്തെ നോക്കാം, വി ഹരിനായരാണ്. കേരളത്തിലെ ആദ്യത്തെ പാലാട്ട് മോഹൻദാസ് ആണ്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഗോവയിൽ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളിയുടെ പേരെന്താണ്? അരവിന്ദ് കുമാർ എച്ച് നായർ എന്നുള്ളതാണ്. ഗോവയില് വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? അരവിന്ദ് കുമാർ എച്ച് നായർ എന്നുള്ള ആളാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ പ്രധാന പദവി വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. അതിനോടൊപ്പം തന്നെ 2 ഇലക്ഷൻ കമ്മീഷണർമാർ കൂടിയുണ്ട്. അതില് സുഖ്ബീർ സിംഗ് സദ്ദു, വിവേക് ജോഷി എന്നിവരാണ്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാർ ആണ്. ഇലക്ഷൻ കമ്മീഷണർമാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സുഖ്ബീർ സിംഗ് സദ്ദു, വിവേക് ജോഷിയാണ്. ആദ്യത്തേത് സുകുമാർ സെൻ ആണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ. ആദ്യ വനിത VS രമാദേവിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കേരളത്തിലെ നോക്കാം, A ഷാജഹാൻ ആണ്. ആദ്യം MSK രാമസ്വാമി ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു ഗേൽക്കർ ആണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കേരളത്തിന്റെ ആണെങ്കിൽ A ഷാജഹാൻ ആണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നീതി ആയോഗ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗ് അല്ലെ. അപ്പൊ നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. നരേന്ദ്രമോദിയാണെന്ന് നമുക്കറിയാം. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ്.
ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനാഗിരിയ ആയിരുന്നു. ദെൻ നീതി ആയോഗിന്റെ സിഇഒ VR സുബ്രഹ്മണ്യമാണ്. ആദ്യ സിഇഒ എന്ന് പറയുന്നത് സിന്ധു ശ്രീ ഗുളറാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനാഗിരിയാണ്. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ സിഇഒ VR സുബ്രഹ്മണ്യമാണ്. ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് സിന്ധു ശ്രീ ഗുളറാണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആൾക്കാരാണ്. ഇനി അടുത്ത നമുക്ക് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അജയകുമാറാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അജയകുമാറാണ്. അപ്പോൾ കേരള PSCയോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, MR ബൈജു സാറാണ്. അതുപോലെ തന്നെ UGC ചെയർമാനായിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തിയുടെ പേര് വിനീത് ജോഷിയാണ്. ഇന്റലിജൻസ് ബ്യൂറോ IBയുടെ തപൻ ദേക്കയാണ്. അതുപോലെ തന്നെ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പ്രവീൺ സൂദാണ്. ഒപ്പം തന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അതിന്റെ ഡയറക്ടർ രവി സിൻഹയാണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പുതിയ പദവികളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഗോപാലകൃഷ്ണനാണ് എന്ത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. ഇനി സെബി നമുക്കറിയാം, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ടതാണ്. മുംബൈ ആസ്ഥാനമായി സെബിയുടെ ചെയർമാൻ ആരാണ്? തൂഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്, PT ഉഷയാണ്. അതുപോലെ BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ എന്ന് പറയുന്ന ആളാണ് BCCI സെക്രട്ടറി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. BCCI പ്രസിഡന്റിന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ്, റോജർ ബിന്നി എന്ന് പറയുന്ന ആളാണ് BCCIയുടെ പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ എന്നുള്ളത് കൃത്യമായി ഓർത്തിരിക്കുക. ഇനി നമുക്ക് പോകാം. ദേശീയ പട്ടികജാതി കമ്മീഷണർ ആരാണ്? കിഷോർ മഖാനയാണ് പട്ടികജാതി കമ്മീഷണർ. ഇതിന്റെ ആദ്യത്തേത് സൂരജ് ഫാൻ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആദ്യ ദേശീയ പട്ടികജാതി കമ്മീഷൻ. അത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ അണ്ടർ സിംഗ് ഏരിയ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആദ്യത്തേത് കൻവർ സിംഗ് ആയിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇവിടെ ദേശീയ എന്ന് കൂട്ടി വായിക്കണം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഹാൻസ് രാജ് അഹീർ ആണ്. ആദ്യം RN പ്രസാദ് ആയിരുന്നു എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷണർ ആരാണ്? ശശിധരനാണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പദവികൾ വഹിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. ഒപ്പം തന്നെ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൽ ആദ്യം ആരൊക്കെയാണ് വന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ ആരാണ്, ആദ്യത്തെ ആരാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് RRB ഗ്രൂപ്പ് ഡിയിലൂടെ ഒരു മികച്ച ജോലിയിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും.